നമസ്കാരം. മലയാള സിനിമാ മേഖല ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സിനിമാ മേഖലയിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വില്ലൻ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അത് നമ്മുടെ പ്രകാശ് രാജ് തന്നെയാണ്. അദ്ദേഹം ഗില്ലി എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾക്കൊക്കെ ഉള്ളിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഓളം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം കോഴിക്കോട് ഒരു KLF എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ആളുകൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഗില്ലിയിലുള്ള ഹേയ് ചെല്ലം എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും തിരിച്ച് വളരെ സ്നേഹത്തോടെ തന്നെ ഹേയ് ചെല്ലം എന്ന് തന്നെയാണ് ആളുകളോട് തിരിച്ചും അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അത്രത്തോളം അദ്ദേഹത്തിന്റെ ചില കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രങ്ങൾ ആരാധക വൃന്ദം തന്നെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പോക്കിരിയിലെ വില്ലനായി കഴിഞ്ഞാലും ഗില്ലിയിലെ വില്ലനായി കഴിഞ്ഞാലും അദ്ദേഹം തമിഴ് മാത്രമല്ല തെലുങ്ക്, കന്നഡ, ഹിന്ദി ചിത്രങ്ങളിലൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആനിമൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോസ്റ്റ് വാണ്ടഡ് വയലൻസ് ചിത്രമായ ആനിമൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ രണ്ടാമത് സംവിധാനം ചെയ്യാൻ പോകുന്ന, അതായത് പ്രഭാസിനെ നായകനാക്കി സംവിധാനം ചെയ്യാൻ പോകുന്ന സ്പിരിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രഭാസിന്റെ അച്ഛൻ വേഷത്തിലേക്ക് പ്രകാശ് രാജിനെ ആദ്യം തീരുമാനിച്ചിരുന്നുവെന്നും പിന്നീട് അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, അതായത് സംവിധായകനും പ്രകാശ് രാജും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവർ തെറ്റിപ്പിരിയുകയും ചെയ്തു എന്നായിരുന്നു ആ ഒരു വാർത്ത എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രകാശ് രാജ്. എന്താണ് നമ്മൾ പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളൊന്ന് പരിശോധിക്കാം. ഭാഷാഭേദമന്യേ പ്രേക്ഷകരുടെ പ്രീതി നേടിയ നടനാണ് പ്രകാശ് രാജ്. തെന്നിന്ത്യൻ സിനിമകളിലും ഹിന്ദി, ഇംഗ്ലീഷ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മികച്ച അഭിനേതാവ് ആയതുകൊണ്ട് തന്നെ മധ്യവയസ്സിലുള്ള ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ഇപ്പോൾ സംവിധായകരുടെ ആദ്യ പരിഗണനകളിൽ സ്ഥിരമായി കടന്നുവരാറുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ഇതാ തന്നെക്കുറിച്ചുള്ള ഒരു പ്രചാരണത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രകാശ് രാജ്. പ്രഭാസിനെ നായകനാക്കി ആനിമൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക ഒരുക്കുന്ന സ്പിരിറ്റിന്റെയും താരനിരയിൽ പ്രകാശ് രാജും ഉണ്ട്. എന്നാൽ സംവിധായകനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പ്രകാശ് രാജ് ചിത്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. പിന്നാലെ ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി. ഇതിലാണ് പ്രകാശ് രാജിന്റെ പ്രതികരണം എത്തിയിരിക്കുന്നത്. പോലീസ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ പ്രഭാസിന്റെ അച്ഛൻ വേഷത്തിലാവും പ്രകാശ് രാജ് എത്തുക എന്നാണ് വിവരം. എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മിനിമൽ പ്രകടനമാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് സംവിധായകന്റെ മനസ്സിൽ ഉള്ളതെങ്കിലും കഥാപാത്രത്തെ ഊർജ്ജസ്വലതയോടെ സ്ക്രീനിൽ എത്തിക്കാനായിരുന്നു പ്രകാശ് രാജ് ആഗ്രഹിച്ചതെന്നും ഇത് ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായെന്നും പ്രമുഖ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രകാശ് രാജിനെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ആ വേഷത്തിലേക്ക് ഒരു ബോളിവുഡ് താരത്തെയാണ് സംവിധായകൻ നിലവിൽ നോക്കുന്നതെന്നും ഡ്രാഗൺ ക്രോണിക്കിൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തള്ളിക്കൊണ്ടാണ് പ്രകാശ് രാജ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രകാശ് രാജിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എല്ലാ ടോക്സിക് ഫേക്ക് ന്യൂസ് കച്ചവടക്കാരോടും സ്പിരിറ്റ് സിനിമയിലെ എന്റെ രംഗങ്ങൾ ഇതുവരെ എടുക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുൻപ് നിങ്ങളുടെ വാട്സാപ്പ് ഫാക്ടറികൾ കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ച് വളരൂ, ഒരു ജീവിതം ഉണ്ടാവട്ടെ, പ്രകാശ് രാജ് എക്സിൽ കുറിച്ചു. ആനിമലിന്റെ വൻ വിജയത്തിനു ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഇതിനോടകം തന്നെ നേടിയിട്ടുള്ള ചിത്രമാണ് സ്പിരിറ്റ്. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ചിത്രത്തിൽ നിന്ന് ആദ്യം നിശ്ചയിച്ചിരുന്ന നായിക ദീപിക പദുക്കോൺ പിന്മാറിയിരുന്നു. ദീപിക ഒഴിഞ്ഞ റോളിലേക്ക് ബോളിവുഡിലെ ശ്രദ്ധേയ യുവതാരം തൃപ്തി ദിമ്രിയാണ് ഇപ്പോൾ എത്തുന്നത്. ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും മറ്റും സോഷ്യൽ മീഡിയയിൽ കുറച്ചു നാളുകൾക്ക് മുമ്പേ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ഈ ക്യാരക്ടർ പോസ്റ്ററുകൾ ഇപ്പോൾ നേടിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം.